ഇനി ചില നിമിഷങ്ങൾ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിനൂടെ കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ്. और अभी का जो समय है ये समय है जहाँ पर हम परमेश्वर की आत्मा के लिए हम इंतजार करने वाली समय है. കഴിഞ്ഞ 6 ദിവസങ്ങൾ നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയായിരുന്നു. पिछले 6 दिन हम प्रार्थना कर रहे थे, उपवास कर रहे थे. ഈ ഉപവാസ പ്രാർത്ഥന തുടങ്ങിയ അന്ന് ഒരു സഹോദരി എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം? और ये प्रार्थना होते समय जब शुरू हुआ था उपवास प्रार्थना, एक बहन ने आकर पूछा कि पास्टर जी मुझे ये अभिषेक पाने के लिए मुझे क्या करना है? നിങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടോ? आप लोग ध्यान दे रहे हैं? എല്ലാവരും ശ്രദ്ധിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. आप सब लोग ध्यान दे रहे हैं, हम विश्वास करते हैं. ജെറിനെ മോനെ, പുറകിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പുറത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ അകത്തേക്ക് കയറാൻ കയറി, വേഗത്തിൽ പുറത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആഹാര കാര്യങ്ങൾ ക്രമീകരിക്കുന്നുണ്ടെങ്കിൽ അവരെ വിട്ടേക്കുക. ബാക്കിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വേഗത്തിൽ അകത്ത് കയറാൻ ദൈവനാമത്തിൽ റിക്വസ്റ്റ് ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. और बाहर में जो भाई बहन है अंदर से कोई जाकर उनको जल्द से अंदर आने के लिए आप लोग बोल सकते हैं. ഇന്ന് ഈ അദൃശ്യനായ ദൈവം ഈ ആലയത്തിലുണ്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. और वो परमेश्वर जो अदृश्य परमेश्वर है आज वो हमारे बीच में इस कमरे के अंदर है, हम पूर्ण विश्वास करते हैं. हालेलुया, हालेलुया, हालेलुया. थैंक यू जीसस, थैंक यू जीसस, हालेलुया. ആ സഹോദരി എന്നോട് ഇങ്ങനെ വന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം? उस बहन ने पूछा कि पवित्र आत्मा को पाने के लिए मैं क्या कर सकती हूँ? അപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് ചോദിച്ച ഒരു തട്ടിയ ചോദ്യം ആ ചോദ്യം. और तब मेरे अंदर ही अंदर मेरे हृदय में एक ऐसा प्रश्न उठा. ഒരു സാധാരണ ചോദ്യമല്ല ആ സഹോദരി എന്നോട് ചോദിച്ചത്. ये कोई साधारण प्रश्न नहीं है जो इस बहन ने मुझे पूछा. हालेलुया, हालेलुया. എൻ്റെ ഹൃദയത്തിൽ ആഴമായ ആ ചോദ്യം മുറിവേൽപ്പിച്ചു. और वो अपने हृदय की गहराई से उसने इस प्रश्न को पूछा. വർഷങ്ങളായി വിശ്വാസകോളത്തിൽ നിൽക്കുന്ന ഒരു സഹോദരി, और बहुत सालों से विश्वास में आने वाले ये एक बहन थी. തന്നോലാവോളം ദൈവവേല ചെയ്യുന്ന ഒരു സഹോദരി, और वो परमेश्वर की सेवकाई करने वाले एक बहन है. എന്നോട് വന്ന് ചോദിക്കുകയാണ്, ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം? और उस बहन ने मुझे पूछा, ये पवित्र आत्मा को पाने के लिए मैं क्या कर सकती हूँ? അപ്പോഴാണ് ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവരെ കുറിച്ചുള്ളവരുടെ ചിന്ത എൻ്റെ ഹൃദയത്തിനകത്ത് ആഴമായി വന്നത്. और उसके बाद ही मेरे अंदर वो सोच आया कि पवित्र आत्मा को पाने के लिए हमें क्या करना है, वो सोच मेरे मन में आया. Hope everything is settled. Praise the Lord. अब सब लोग आराम से बैठ जाए. ധ്യാനത്തോടെ കേൾക്കണം, വളരെ പ്രാർത്ഥനയോടെ ഈ ദൈവവചനം കേൾക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവരുടെ വേദന എന്താണെന്ന് ആ ഒറ്റ ചോദ്യത്തിൽ എനിക്ക് മനസ്സിലായി. और मुझे समझ में आया कि पवित्र आत्मा ना मिलने वाले लोगों के अंदर का दर्द मुझे समझ में आया. എനിക്ക് വേഗത്തിൽ മനസ്സിലായത് ഈസി ആയിട്ട് ഒരാളുടെ മേൽ പകരപ്പെടുന്നതല്ല ഈ പരിശുദ്ധാത്മാവ്. और मुझे ये भी अच्छे से समझ में आया कि बड़े आराम से या आसानी से पवित्र आत्मा किसी के जीवन में नहीं उड़लते हैं. പവിത്രാത്മാ ഉത്തരാവൂ, നമ്മൾ പാടി, നമ്മൾ മനോഹരമായ പാട്ട് പാടി. उस गीत को हमने बहुत अच्छे से हमने गाया है. പരിശുദ്ധാത്മാവിന്റെ ഭാഗത്ത് നിന്ന് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയും ചെയ്തു. और पवित्र आत्मा के भाग से वो काम भी करता है. എന്നാൽ എത്ര പേര് അത് സ്വീകരിച്ചു? लेकिन हम में से कितने लोग उस पवित्र आत्मा को हम स्वीकार कर पाए? ആ ചോദ്യം എന്നെ വല്ലാതെ അലച്ചു. और वो जो प्रश्न जो उस बहन ने पूछा था, उस प्रश्न ने मुझे बहुत गहराई से हिला डाला. ഞാൻ സഭയിലെ ഓരോ കുടുംബങ്ങളെ ഞാൻ എടുത്തു നോക്കി. और मैंने उसके बाद इस सभा के एक एक परिवारों को मैंने उसको जांचा और इस विषय से मैंने सोचने लगा. ഓരോ വ്യക്തിപരമായ വ്യക്തികളെ ഞാൻ എടുത്തു നോക്കി. और एक एक व्यक्ति को मैंने लेकर तुलना किया. എനിക്ക് മനസ്സിലായ ഒരു വലിയ സത്യം എന്ന പകൽ ഞാൻ പറയുകയാണ്. और मुझे समझ में आया कि ये बहुत बड़ी एक सत्य बात है जो मैं बोलने जा रहा हूँ. പലർക്കും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചൊരു സമയം ഉണ്ടായിരുന്നു. कुछ लोगों को पवित्र आत्मा मिलने का समय था. മിലാവുവ സമയത്ത ലഭിച്ച സമയം ഉണ്ടായിരുന്നു. उनको पवित्र आत्मा मिला था, ऐसा एक समय था. പക്ഷേ ലോകത്തിന്റെ പ്രഷർ കാരണം, लेकिन इस दुनिया के दबाव के कारण പലരും അതിനെ ഉപേക്ഷിച്ച് കളഞ്ഞു എന്ന് എനിക്കൊരു തോന്നൽ. और
बहुत सारे लोग ने उस पवित्र आत्मा को तिरस्कार कर दिया है, ऐसा मुझे लग रहा है। ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ ഏറി വരുമ്പോൾ നമ്മൾ മാറ്റിവെക്കാൻ സാധ്യതയുണ്ട്. और जीवन के बहुत सारे काम और बहुत सारे चीज आने के कारण हम क्या करते हैं, उस पवित्र आत्मा को हम अलग कर देते हैं या हमसे दूर कर देने की संभावना है। മറ്റുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുൻപാകെ വളരെ പ്രഷറൈസ്ഡ് ആയിട്ട് വരുമ്പോൾ അതിനെ നമ്മൾ അല്പം സൈഡിൽ മാറ്റിവെക്കാൻ സാധ്യത നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. और जीवन की बहुत सारे चीज जैसे दबाव परेशानी जब आते हैं तो उस बीच में हम क्या करते हैं, उस पवित्र आत्मा को हमसे दूर करने की बहुत सारे संभावना हमारे जीवन में है। വളരെ ഈസിയായി ആരുടെ മേലും അങ്ങനെ ഇറങ്ങി വരുന്ന ആളല്ല ഈ പരിശുദ്ധാത്മാവ്. और बड़े आसानी से उतरने वाला नहीं है ये पवित्र आत्मा, അല്ല, नहीं है। അല്ല, വിളിക്കുമ്പോൾ വരുന്ന ആളുമല്ല, और बुलाने से वो आने वाला भी नहीं है पवित्र आत्मा, അല്ല. नहीं। അത് ദൈവത്തിൻ്റെ ആത്മാവായതുകൊണ്ടാണ്. क्योंकि वो परमेश्वर का आत्मा है, इसीलिए ദൈവത്തിൻ്റെ സകല ഗുണങ്ങളും ദൈവത്തിൻ്റെ സകല കപ്പാസിറ്റിയും ദൈവത്തിൻ്റെ സകല കഴിവുമെല്ലാം അടങ്ങിയ ദൈവത്തിൻ്റെ ആത്മാവ്, परमेश्वर के सारे शक्ति, परमेश्वर के सारे सामर्थ, परमेश्वर के सारे उस मतलब उसमें है और वो है पवित्र आत्मा। ഞാൻ അപ്പോസ്തല പ്രവൃത്തികൾ മുഴുവൻ ഞാൻ അരിച്ച് ഇരുന്ന് പല പ്രാവശ്യം ഞാൻ വായിച്ചു നോക്കി. और ये प्रेरितों की किताब को मैंने अच्छे से समय देकर प्रार्थना के साथ मैंने उस किताब को पढ़ा है। 3-4 പ്രാവശ്യം മാത്രമേ ഒരാത്മപകർച്ചയെക്കുറിച്ച് ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. लेकिन इतने बार पढ़ने के बावजूद भी मुझे क्या देखने मिला कि सिर्फ 2-3 बार पवित्र आत्मा का उड़ेलना इस किताब में हुआ है, हम देख सकते हैं। 1-2-3-4 പ്രാവശ്യം ഇറങ്ങി ബലപ്പെടുത്തിയ പല ദേശങ്ങളിൽ ഇറങ്ങി തൻ്റെ പട്ടണത്തെ തൊടുവാൻ സന്ദർശിപ്പാൻ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിനെ വചനത്തിനകത്ത് ഞാൻ കണ്ടു. 1 बार 2 बार 3 बार 4 बार मैंने देखा कि पवित्र आत्मा उस जगह पर उतरा, उस शहर पर उतरा, उनके जीवन में उतरा, ऐसे संभावना को मैंने देखा है इस किताब നമ്മുടെ में। കുഞ്ഞുങ്ങൾക്ക് എന്ത് പറ്റി, നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് എന്ത് പറ്റി? लेकिन हमारे आज के पीढ़ी को क्या हुआ है, वही है प्रश्न। നമ്മുടെ ഇന്നത്തെ ജനറേഷൻ എന്താണ് പറ്റിയത്? हमारे इस पीढ़ी में, हमारे इस पीढ़ी के बच्चों के जीवन में क्या हुआ है? സാധാരണ 12 വയസ്സുള്ള യേശുവാണ് ആത്മനിറവിൽ ആലയത്തിൽ ശുശ്രൂഷിച്ചത്. साधारण 12 साल की उम्र में यीशु मंदिर में आकर वो सेवकाई किया। നമ്മുടെ കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേൾക്കേണ്ടത് എവിടെ നിന്നാണ്? നമ്മുടെ കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേൾക്കേണ്ടത് എവിടെ നിന്നാണ്? हमारे जो बच्चे हैं वो पवित्र आत्मा के बारे में वो कहाँ से सुनेंगे? യഹോവയായ ദൈവം ഉൽപ്പത്തി മുതൽ മലാഖി വരെ വെളിപ്പെട്ടിട്ടും ആ തലമുറകൾ മുഴുവൻ യഹോവയാം ദൈവത്തെ മറന്നു കളഞ്ഞു. यहोवा परमेश्वर उत्पत्ति की किताब से लेकर अगर हम मलाकी की किताब तक अगर पढ़ेंगे, वहाँ पर इतना सारा उनके बारे में परिचय देने के बाद भी क्या हुआ, इन सारे लोग ने परमेश्वर को भूल गए। യഹോവ को भूल गया. यहोवा परमेश्वर को भूल गया। 4 സുവിശേഷങ്ങളിൽ യേശു വേഷത്തിൽ ഇറങ്ങി വന്ന്, യഹോവയാം ദൈവം വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്ന് തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ശുശ്രൂഷിച്ചു. അവരോ അവനെ കൈക്കൊണ്ടില്ല. हमारा यीशु मसीह भी ये 4 सुसमाचार में हम देख सकते हैं कि यीशु मसीह स्वर्ग का परमेश्वर वो शरीर एक रूप धारण करके इस पृथ्वी में आकर रहकर लोगों के साथ भी, लेकिन फिर भी लोगों ने उसे ग्रहण नहीं किया। അപ്പോസ്തല പ്രവൃത്തി പെന്തക്കോസ്ത് ദിനത്തിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് അന്നു മുതൽ ഇന്നുവരെ സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകാതെ സഭയോട് കൂടെ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ പ്രിയപ്പെട്ടവർക്ക് അവനെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. प्रेरित की किताब में अगर हम देख सकते हैं, पेंतिकोस्त के दिन में पवित्र आत्मा उनके ऊपर उतरा और अभी तक हालेलुया सभा के साथ रहने वाले पवित्र आत्मा को अभी के लोग समझ नहीं पा रहे हैं, ना ग्रहण कर पा रहे हैं। നമ്മൾ എവിടെയാണ് വീണുപോയത്? हम कहाँ गिर चुके हैं?
നമ്മളെവിടെയാണ് ദൈവത്തിൻ്റെ സെൻസ് നമ്മൾ നഷ്ടപ്പെട്ടു പോയത്? कहाँ हम परमेश्वर के जो मतलब जो सेंस है उसको कहाँ हम खो बैठे हैं। നമുക്ക് പാട്ടുണ്ട്, हमारे പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, വചനധ്യാനമുണ്ട്, മനോഹരമായ ദൈവവചന ശുശ്രൂഷകളുണ്ട്, പ്രാർത്ഥിക്കാൻ ആമേൻ കൂടെ നിൽക്കുന്ന സഹോദരങ്ങളുണ്ട്. പക്ഷേ കാതലായ വ്യക്തിയെ നമ്മൾ എവിടെയോ മറന്നുപോയിരിക്കുന്നു. हमारे बीच में अच्छी आराधना है, अच्छे गीत है, अच्छे प्रार्थना है, अच्छा वचन है, सुसमाचार देने वाले लोग हैं, अच्छे लोग हैं हमारे साथ खड़े होने के लिए, लेकिन हम जो परमेश्वर हमारे साथ अंत तक रहने वाले पवित्र आत्मा है उसको हम भूल चुके हैं। ഇന്ന് നിങ്ങളെല്ലാവരും പ്രാപിക്കണമെന്ന് എനിക്ക്, പരിശുദ്ധാത്മാവിനെ എല്ലാവരും പ്രാപിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. और आज आप में से हर कोई उस पवित्र आत्मा को पाएंगे बोलकर ये मेरी इच्छा नहीं है। എല്ലാവരുടെ മേലും വന്നാൽ നല്ലത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. और अगर आप सभी के ऊपर उस पवित्र आत्मा उतरेंगे तो ये बहुत बड़ी आग्रह और इच्छा है मुझे। അത് നടക്കണമെങ്കിൽ പെന്തക്കോസ്ത് ദിവസത്തെ പോലെ ഒരു ദിവസം ക്രമീകരിക്കപ്പെട്ട് വരണം. और ऐसा हुआ है, अगर हम देखेंगे पेंतिकोस्त के दिन में लोगों के ऊपर उतरा था। അങ്ങനെ ഒരു ദിവസം വന്നെങ്കിലേ ഇന്ന് അതേപോലെ ഇവിടെ ഇരിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിനെ ദൈവം പകരത്തുള്ളൂ. और ऐसे अगर लोग बैठकर इकट्ठा होंगे, छोटे बच्चे से लेकर बड़े, अगर ऐसे एक मन होकर बैठेंगे तो मैं विश्वास करता हूं कि उनके ऊपर भी पवित्र आत्मा आएंगे, उतरेंगे। അതിന് പ്രധാനമായി അവർ ഏക മനസ്സോടെ ദൈവസന്നിധിയിലായിരുന്നു എന്നുള്ളതാണ്. और किनके ऊपर आएगा? जो एक मन होकर लौ लगाकर परमेश्वर की उपस्थिति में बैठते हैं, उनके ऊपर उतरते हैं। ഹല്ലേലൂയ. हालेलुया। പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കും. നമ്മളെല്ലാം ദൈവമക്കളല്ലേ? प्रार्थना के साथ हमें परमेश्वर की उपस्थिति में बैठना है। हम परमेश्वर के बच्चे हैं या नहीं? നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു വീട് മേടിക്കാൻ വന്നവരല്ലല്ലോ, ഒരു കാർ മേടിക്കാൻ വന്നവരല്ലല്ലോ, ആണോ? അല്ല. यहाँ परमेश्वर के भवन में एक घर चाहिए या एक गाड़ी चाहिए, इस इच्छा के साथ, इस विनती के साथ कि हम आए हैं परमेश्वर की उपस्थिति में। നമ്മുടെ മക്കളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹങ്ങൾ നടക്കാനും കാണാൻ വന്നതല്ല നമ്മൾ. हमारे बच्चे का शादी होना है, കാണാൻ ഒന്നുമല്ല. നമുക്ക് എന്തോ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വേറെ എന്തോ ചില പ്രത്യേകതകൾ നമ്മുടെ ഉള്ളിലുണ്ട്. आमेन। ये सारे चीज के लिए नहीं आए हैं, लेकिन हमारे अंदर एक विशेष कुछ प्राप्त करने के लिए हम परमेश्वर की उपस्थिति में आए हैं। ഹല്ലേലൂയ. हालेलुया। പ്രൈസ് ദി ലോർഡ്. प्रेज द लॉर्ड। പ്രൈസ് ദി ലോർഡ്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരാൻ, पवित्र आत्मा हमारे अंदर आने के लिए ഇത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. बहुत आसान का काम नहीं है, വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. വളരെ ഈസിയാണ്. बहुत आसान है। നമ്മൾ ചിന്തിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് കിട്ടാക്കനിയൊന്നുമല്ല. आप जैसे सोचते हैं आप आसानी से उनको मिल जाने वाला चीज नहीं है। ഇത് കിട്ടുന്ന സാധനം തന്നെയാണ്. ये मिलने वाली चीज है, ഇത് ലഭിക്കുന്ന സാധനം ये തന്നെയാണ്. पाने वाली चीज है। പക്ഷെ നമ്മുടെ വിശ്വാസത്തിന്റെ തലം എത്രത്തോളം അതിനുവേണ്ടി ഓപ്പൺ ആകുന്നു എന്നുള്ളത് ദൈവം ചോദിക്കുന്നു. लेकिन हमारे विश्वास का जो स्तर है वो कितना है, हम अपने आप को खोल सकते हैं उस पवित्र आत्मा को पाने के लिए। ഹല്ലേലൂയ. हालेलुया। വിശ്വാസത്തിന്റെ വാതിലുകൾ എത്രത്തോളം എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ തുറന്നിട്ടിരിക്കുന്നു. विश्वास का जो दरवाजा है कितना अधिक हमने उस पवित्र आत्मा को पाने के लिए खोले हैं अपने जीवन में। വളരെ സിമ്പിളാണ്. बहुत साधारण है। സ്നാനപ്പെട്ട് വർഷങ്ങളായ പലർക്കും ഈ ആത്മീക അഭിഷേകത്തിൻ്റെ, ഞാൻ പറഞ്ഞത് പരിശുദ്ധാത്മാവ് കൂടില്ലെന്നല്ല, പരിശുദ്ധാത്മാവിൻ്റെ ഈ അഭിഷേകം പ്രാപിക്കാൻ എവിടെയോ ഒരു മടി, എവിടെയോ ഒരു തടസ്സം. बहुत सारे लोग यीशु को स्वीकार करके बपतिस्मा लेने के बाद काफी साल हो गए, मसीह में रहने के बावजूद भी पवित्र आत्मा को पाने के लिए कहीं ना कहीं उनको कुछ रुकावटें हैं। ഞാൻ സ്നാനപ്പെട്ടതാ പാസ്റ്ററെ, वो पास्टर मैं तो बपतिस्मा ले चुका हूँ ഞാൻ ആത്മീകമായി ജീവിക്കുന്നു, और मैं आत्मिक रीति से भी मैं जी रहा हूँ, പക്ഷേ 10-15 വർഷമായി ഈ നിലവാരം തന്നെയാണ്. लेकिन 10 से 15 साल हो चुका है, ऐसे ही हम चल रहे हैं। അടുത്ത ഒരു ആത്മീക ദർശനം പ്രാപിപ്പാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. लेकिन अगला एक आत्मिक दर्शन पाने के लिए मुझे नहीं हो रहा है। ഞാൻ അങ്ങനെ തന്നെ ജീവിക്കുകയാണ്. हाँ, मैं ऐसे ही जी रहा हूँ अभी तक। ഹല്ലേലൂയ. हालेलुया। അങ്ങനെയാണ് 99% ദൈവമക്കൾ ജീവിക്കുന്നത്. और ऐसे ही अधिक से 90 से अधिक लोग ऐसे ही जी रहे हैं। ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഈ പുസ്തകത്തിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. कुछ प्रधान चीजों को इस किताब के बारे में मैंने लिखा है അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. और आपको बड़े ध्यान से उसे सुनना है। പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഇല്ലെങ്കിൽ, पवित्र आत्मा अगर आपके अंदर नहीं है तो ലോകം നിങ്ങളെ ഉപേക്ഷിച്ച് കളയും. ये दुनिया आपको इनकार कर देगा, दूर कर देगा।
ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. जो कोई सेवकाई में उतरने वाले लोग, आप बड़े रीति से ध्यान दीजिए. ശുശ്രൂഷയ്ക്കായി തയ്യാറെടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. और जो सेवकाई के लिए तैयारी कर रहे हैं, आप लोग भी बड़े ध्यान दीजिए. നിങ്ങളെ ആർക്കാരും മടുക്കും. आमेन. ये दुनिया के लोग आपको दबाएंगे, कुचलेंगे, മടുക്കും മടുക്കും रोकेंगे, മടുക്കും എന്ന് വെച്ച് കഴിഞ്ഞ് थक जाएंगे. അങ്ങനെ വരുമ്പോൾ ऐसे आने के समय में പരിശുദ്ധാത്മാവ് ഇല്ലാത്ത ഒരു ശുശ്രൂഷ വ്യക്തിയാണ് ഞാനെങ്കിൽ പലരും എന്നെ മടുക്കും. अगर पवित्र आत्मा के बिना कोई सेवकाई करने वाले लोग हैं तो आप लोग थक जाएंगे, लोग आपको थका देंगे. थैंक यू जीसस. ഞാൻ ഈ പുസ്തകത്തിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് എഴുതി വെച്ചിട്ടുണ്ട്. और इस किताब के बारे में मैंने कुछ 2-3 चीजें बहुत जो मुख्य है मैंने लिखा है. ഇതിന്റെ ഇമ്പോർട്ടൻസ് ഞാനൊന്ന് പറയട്ടെ. और उसके जो प्रमुखता है उसको हम बताएंगे आपको. ഈ അഭിഷേകവും ഈ പകർച്ചയും ഇതെല്ലാം നിൽക്കുന്നൊരു സമയമുണ്ട്. ये अभिषेक, ये उड़ेलना, ये रुकने का भी एक समय है. സ്റ്റോപ്പ് ആകുന്നൊരു സമയമുണ്ട്. थम जाने का भी एक समय है. അത് സാധാരണ സമയമല്ല. और वो कोई साधारण समय नहीं है जब पवित्र आत्मा का काम थम जाएगा. Praise the Lord. Hallelujah. മണവാളൻ വാതിൽക്കൽ വന്ന് നിൽക്കുമ്പോൾ, जब दुल्हा जब दरवाजा के पास जब आकर वो रुकेगा, 10 കന്യകമാർ വിളക്കും എടുത്തുകൊണ്ട് ഒരു റൂമിനകത്തിരിക്കുകയാണ്. 10 कुंवारी लोग वो दीपक लेकर या दिया लेकर उन लोग तैयारी कर रहा है एक कमरे में. 5 പേരുടെ കയ്യിൽ എണ്ണയുണ്ട്, 5 പേരുടെ കയ്യിൽ എണ്ണയില്ല. 5 कुंवारियों के पास तेल है उस दिए के लिए और 5 कुंवारी के पास तेल नहीं था. 5 കന്യകമാർ എണ്ണയില്ലാത്തവർ എണ്ണ ഉള്ളവരോട് ചോദിക്കുന്നു, ഞങ്ങൾക്കൊന്ന് പകർന്നുതാ. और ये जो 5 कुंवारी जो थे जिनके पास तेल नहीं था, आखिरी में उन कुंवारी लोग जिनके पास तेल थे उनको पूछने लगा कि मुझे भी थोड़ा तेल दो. ഞാൻ കണ്ട ഏറ്റവും സ്വാർത്ഥതയുള്ള ജനം ആ റൂമിനകത്തിരിക്കുന്നവരാണ്. और मैं तो बोलूंगा कि उस कमरे में रहने वाले लोग सबसे जो स्वार्थी लोग थे उस समय उस कमरे में थे. ഈ ഭൂമിയിൽ ഞാനും നീയും ജീവിക്കുമ്പോൾ ഒരുപക്ഷെ സ്വാർത്ഥത നമ്മൾ ഇപ്പോൾ കാണത്തില്ല, പക്ഷേ അഭിഷേകത്തിന്റെ കാര്യം വരുമ്പോൾ ഞാൻ സ്വാർത്ഥനാകും. हो सकता है कि आज यहाँ पर बैठे हुए लोग इस समय आप लोग स्वार्थी नहीं हैं, लेकिन जब अभिषेक की बारी आती है उस समय मैं स्वार्थी बन जाता हूँ. ഇതെന്റെ നിത്യതയോടുള്ള ബന്ധത്തിലുള്ള കാര്യമാണ്. और ये व्यक्तिगत रूप से एक एक व्यक्तियों के बारे में हम बोल रहे हैं. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പവും വീഞ്ഞും നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ച് കഴിക്കാൻ. ഇതിനോട് ഞാൻ സ്വാർത്ഥത കാണിക്കും. और उस समय आप लोग खुद ही बोलेंगे कि हाँ मैं अपने स्वार्थता को मैं दिखाऊंगा. Please give me. दया करके मुझे वो तेल दीजिए. എണ്ണ കൈവശമുള്ളവർ പറഞ്ഞു നോ. और जिनके पास तेल थे उन लोगों ने कहा नहीं. ദൈവകൃപയനുസരിച്ച് ദൈവവചനമനുസരിച്ച് അന്ന് പകർന്നു കൊടുക്കേണ്ടതാ, നിയോഗമനുസരിച്ച്. परमेश्वर की अगुवाई के अनुसार अगर देखेंगे उन लोग देना जरूरी था. ബട്ട് എന്നാൽ അത് ചെയ്തില്ല. लेकिन उन लोग ने दिया नहीं. അവർ ചെയ്യത്തില്ല. उन लोग देंगे भी नहीं. അവർ ചെയ്യില്ല, അവർ ചെയ്യത്തില്ല. उन लोग दिया नहीं और ना ही वो देंगे. Praise the Lord. ഒരു സമയമാകുമ്പോൾ एक समय जब आएगा നിങ്ങൾ ചോദിച്ചാലും കിട്ടാത്തൊരു സാധനമായി आप लोग मांगेंगे, गिड़गिड़ाएंगे, लेकिन आपको मिलेंगे नहीं. ഹല്ലേലൂയ. हालेलुया. കരഞ്ഞാലും കിട്ടാത്തൊരു സാധനമായി. अगर आप गिड़गिड़ाएंगे, रोएंगे भी तो आपको मिलेंगे नहीं. കിട്ടത്തില്ല കിട്ടത്തില്ല मिलेंगे नहीं, मिलेंगे नहीं आपको. കിട്ടത്തില്ല मिलेंगे नहीं. കിട്ടത്തില്ല. അതിനൊരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. उसके लिए भी एक समय को परमेश्वर ने रखा है. ഇന്ന് പരിശുദ്ധാത്മ ശുശ്രൂഷകളെ അവഹേളിക്കുന്നവർ,
പരിശുദ്ധാത്മ ശുശ്രൂഷകളെ വേണ്ട എന്ന് പറയുന്നവർ ഒരു സമയത്ത് ഇരുന്ന് കരയും, ദയവ് ചെയ്ത് എന്റെ മേലൊന്ന് പകരണമേ. अभी जब आपको आसानी रूप से पवित्र आत्मा मिल सकता है, पवित्र आत्मा की मंडली में आकर अभी अगर हम नहीं मांगेंगे, अभी अगर उसको हम स्वीकार नहीं करेंगे, एक ऐसा दिन आने जा रहा है अगर आप गिड़गिड़ाएंगे, मांगेंगे, रोएंगे तो भी आपको नहीं मिलेगा. हालेलुया, हालेलुया, हालेलुया. അവൻ അത്ര വിലപ്പെട്ട വ്യക്തിയാണ്, അവൻ അത്ര വിലപ്പെട്ട വ്യക്തിയാണ്. क्योंकि उन लोग बहुत मूल्यवान लोग थे. എന്തിനാ എണ്ണ അവർക്ക്? क्यों उनको तेल चाहिए? എന്തിനാ എണ്ണ? क्यों तेल चाहिए उनको? വിളക്കുണ്ടല്ലോ, സ്വർഗ്ഗരാജ്യത്തിനകത്ത് കയറിയില്ലേ, ആ റൂമിനകത്ത് കയറിയില്ലേ? वो उस कमरे में तो उन लोग प्रवेश कर चुके हैं ना, अभी तेल क्यों चाहिए उनको? അഭിഷേകമുള്ളവൻ കൂടെ ഉണ്ടല്ലോ, അഭിഷേകമുള്ളവൻ കൂടെ ഉണ്ടല്ലോ. ओ अभिषेक लोग तो हमारे साथ है ना, പിന്നെന്തിനാ പേടിക്കണ്ടേ? फिर क्यों हमें डरना है? 5 പേർക്കും വ്യക്തിപരമായ എണ്ണയുടെ ആവശ്യങ്ങളുണ്ട്. हमें 10 പേർക്കും 10 लोगों को व्यक्तिगत रूप से उनको अपने दिए में अपने दिए के लिए उनको तेल जरूरत था. കുടുംബത്തെ അല്ല ദൈവം അവിടെ കയറ്റിയേ. हमें एक परिवार के बारे में नहीं बताया गया. 10 പേർക്കും വ്യക്തിപരമായ എണ്ണയുടെ ആവശ്യം. हमें उस 10 कुंवारियों के लिए, एक कुंवारियों के लिए वो तेल की जरूरत थी उनके व्यक्तिगत रूप से. എന്റെ ഭർത്താവിന് അഭിഷേകമുണ്ട്, അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് നോ, ഒരു സമയം വരുന്നുണ്ട്. हमें मेरा पिताजी वो पास्टर है, उनको अभिषेक है, वो काफी नहीं है मेरे लिए. ഇന്നത്തെ ആത്മീക ജീവിതത്തിന് ഇത് മതി. हमें अभी के आत्मिक जीवन के लिए ऐसा हालत काफी है. പക്ഷെ വരുന്നൊരു സമയത്തേക്ക് നിനക്ക് വിളക്ക് കത്തിക്കണമെങ്കിൽ, लेकिन आने वाले समय के लिए अगर हमने अभी से अगर हमने उसको जमा नहीं किया है तो എന്തിനാ വിളക്ക് കത്തിക്കുന്നേ? क्यों हम इंतजार कर रहे हैं? ഇവിടെ കറക്റ്റായിട്ട് കേൾക്കുന്നില്ല പുള്ളിക്കായിരിക്കും. എന്തിനാ വിളക്ക് കത്തിക്കുന്നേ? क्यों हम उस दिए को जलाना है? ആ റൂമിനകത്ത് ഇരുട്ടുള്ളത് കൊണ്ടല്ലേ വിളക്ക് കത്തിക്കാൻ പറഞ്ഞേ? उस घर के अंदर अंधकार है बोलकर हमें वो आग को जलाना है. വിളക്ക് കത്തി നിൽക്കണമെങ്കിൽ, अगर वो दिया अगर जलते रहना है तो ആ വിളക്ക് കത്തിക്കാനുള്ള എണ്ണ നമ്മൾ സ്വരൂപിച്ചു വെക്കണം. उस दिए को, उस मसाले को जलाने के लिए उसके लिए तेल की जरूरत है. ഇതിനെ ആരും ഉപേക്ഷയായിട്ട് കാണരുത്. इसको आप इनकार करने वाले चीज बोलकर आप मत देखें. പരിശുദ്ധാത്മാവിനെ നമുക്ക് എങ്ങനെ പ്രാപിക്കാം? पवित्र आत्मा को हम कैसे प्राप्त कर सकते हैं? എങ്ങനെ പ്രാപിക്കാം? कैसे हम पा सकते हैं? പരിശുദ്ധനായ ദൈവം തൻ്റെ ആത്മാവിനെ പകരുവാൻ ഇഷ്ടത്തോടെ നിൽക്കുന്നു. हमें पवित्र आत्मा वो जिनको वो चाहता है उनको वो देता है. പരിശുദ്ധാത്മാവ് പകരപ്പെടാനുള്ള പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ വെച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ മേൽ ആത്മാവിനെ പകർന്ന്, ആമേൻ, സ്തോത്രം. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ കൃപ നൽകുമാറാകട്ടെ. आमीन. पवित्र आत्मा को पाने के लिए 2-3 चीजें हैं और वो चीज़ों को हम देखेंगे और आपके ऊपर वो पवित्र आत्मा उंडेलना है और उसके लिए हम प्रार्थना करके हम सब लोग उसको स्वीकार करके आज हम परमेश्वर की उपस्थिति में रहेंगे. हालेलुया. हालेलुया. കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് ഒരു हाथों हालेलुया को പറയണം. उठाकर सब लोग बोले हालेलुया. ആമേൻ. आमीन. നിങ്ങളുടെ പലരുടെയും പ്രാർത്ഥനയിൽ എനിക്ക് വിശ്വാസമുണ്ടെങ്കിലും അതിനേക്കാൾ വലിയ വിശ്വാസമാണ് എനിക്ക് എൻ്റെ പ്രാർത്ഥനയിൽ. और आप लोगों के विश्वास से भी बढ़कर है विश्वास मुझे अपने प्रार्थना में. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ഞാൻ വിശ്വസിക്കുന്നെങ്കിലും അതിനേക്കാൾ വലുതാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവാത്മാവിൻ്റെ വേദനയും. आमीन. आपके अंदर के जो आग्रह है उससे भी बढ़कर मेरे अंदर उस पवित्र आत्मा को पाने का वो जो दर्द है उसको मैं अच्छे से जानता हूँ. എൻ്റെ ഉള്ളിലൊരു നല്ല വേദനയുണ്ട്. मेरे अंदर बहुत दर्द है. എൻ്റെ ഉള്ളിൽ നല്ല വേദനയുണ്ട്. मेरे अंदर बहुत ही दर्द है. ഭൗമികപരമായ ഒരു കാര്യത്തെക്കുറിച്ചുള്ള വേദനയല്ല. भौतिक चीजों के बारे में नहीं है मुझे दर्द. എന്നിലേക്ക് പകർന്നതുപോലെ പ്രിയപ്പെട്ടവരിലേക്കും പകർന്നാൽ ദൈവരാജ്യത്തിൻ്റെ അതിര് വിശാലമാകുമല്ലോ എന്നുള്ളൊരു വേദന. और मेरे अंदर जो पवित्र आत्मा उड़ेले गया वही आत्मा आप लोगों के जीवन में उड़ेलना है और परमेश्वर का राज बढ़ना है, उसके लिए मुझे है दर्द अंदर. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 1-ാം അധ്യായം प्रेरितों की किताब उसका 1 अध्याय
നിങ്ങളോട് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കാൻ ഡോക്ടർ ലൂക്ക് ദൈവസഭയോട് അരുളി ചെയ്യുന്നു. आमेन. लूक परमेश्वर के सभा से बोलता है, जो पिता का जो वायदा है उसके लिए तुम्हें इंतजार करना है, उसके बारे में लूक बोलता ഒരാൾ है. ആമുഖമായി ആ വേദഭാഗം വായിച്ച് സഹായിച്ചാൽ एक व्यक्ति इस वचन को ऊंचे आवाज से पढ़कर हमें मदद कर सकते हैं. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. और ऐसा लिखा है कि पिता की उस प्रतिज्ञा के पूरे होने की बाट जोते रहो. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? पवित्र आत्मा को पाने के लिए आप में से कितने लोग के अंदर वो आग्रह है? യെസ് അല്ലേ? എല്ലാവർക്കും ഉപവാസ പ്രാർത്ഥനയ്ക്ക് കടന്നു വന്നവർക്കൊക്കെ ഒന്ന് രണ്ട് കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിരിക്കും, പക്ഷേ പരിശുദ്ധാത്മാവ് ഇത് നിങ്ങളെ ബലപ്പെടുത്തും. സ്തോത്രം. आमेन. जो उपवास प्रार्थना में आए हैं आप लोग शायद सुने होंगे, आपको ये शायद दोबारा आप सुन पा रहे हैं, लेकिन कोई बात नहीं है, आप बैठ सकते हैं परमेश्वर के നമുക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ റിസീവ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. हम सभी के अंदर इस पवित्र आत्मा को पाने के लिए एक बहुत भयंकर आग्रह है. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. എന്നാൽ യേശു ക്രിസ്തു ഇവരോട് പറയുന്നത് लेकिन പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. लेकिन यीशु मसीह इनको क्या बोल रहा है कि पिता की उस प्रतिज्ञा को पाने के लिए तुम्हें इंतजार करना या बाट जोते रहना है. നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞ ഇത് എല്ലാവരുടെ മേലും വരാൻ സാധ്യത വളരെ കുറവാണ്. और आपको समझना है कि सभी के अंदर ये इच्छा बहुत कम देख सकते हैं. പരിശുദ്ധാത്മാവ് വളരെ കുറവാണ് എല്ലാവരുടെ ഉള്ളിൽ വരാൻ. അത് അങ്ങനെയാണ്. और सभी के अंदर आने के लिए पवित्र आत्मा ये बहुत कम है, सभी के अंदर नहीं आ सकता है. എല്ലായിടത്തും വന്നു കഴിഞ്ഞാൽ പിന്നെ പരിശുദ്ധാത്മാവിന് ഒരു വില, നീ വിളിച്ചാൽ വരുന്ന ആളാണെങ്കിൽ പരിശുദ്ധാത്മാവിന് വിലയില്ലല്ലോ. और सभी के अंदर अगर आएंगे तो फिर पवित्र आत्मा, सब लोग बुलाते हैं, सभी के अंदर आएंगे तो पवित्र आत्मा का कोई मूल्य नहीं होगा, है ना? പിതാവിന്റെ വാഗ്ദത്തമല്ലേ? ये पिता का प्रतिज्ञा है ना. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാഭിഷേകം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, ശരി. പക്ഷേ എൻ്റെ അടുത്ത ചോദ്യം, നിന്നോട് വ്യക്തിപരമായി അതിന് വാഗ്ദത്തമുണ്ടോ? आप जब आग्रह करते हैं कि पवित्र आत्मा मेरे अंदर आए, लेकिन हम पूछते हैं क्या पिता ने आपको ये प्रतिज्ञा किया है, क्या वायदा दिया है कि पवित्र आत्मा आपके जीवन में आएंगे बोलकर? തരാന്ന് പറഞ്ഞിട്ടുണ്ടോ? समझ में आ रहा है आपको? വാഗ്ദത്തമുണ്ടോ? क्या आपको वायदा है पवित्र आत्मा आपके जीवन में आएंगे बोलकर? നമ്മൾ സ്ലോലി പരിശുദ്ധാത്മാവിന്റെ ആ ശുശ്രൂഷകൾ പകരപ്പെടാനാണ് നമ്മൾ പ്രാർത്ഥനയോടെ കയറുക. ഞാനിത് നിങ്ങളെ ഓർമ്മിപ്പിക്കുക. എനിക്കറിയാം നിങ്ങളോട് വ്യക്തിപരമായി ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം, വചനത്തിനകത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം, പ്രവാചകന്മാർ തലയിൽ കൈവച്ച് നിങ്ങളോട് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങളുടെ മനസ്സിനെ ഓർമ്മപ്പെടുത്താൻ, നിങ്ങളുടെ മനസ്സിനെ ഓർമ്മിപ്പിക്കാൻ ഇന്ന് കർത്താവ് വീണ്ടും ചോദിക്കുന്നു, നിങ്ങൾക്ക് ആ പ്രോമിസ് ഓർമ്മയുണ്ടോ? आमीन. आपने परमेश्वर के वचन के द्वारा, भविष्यवक्ताओं के द्वारा, प्रचारक के द्वारा आपने सुना होगा, लेकिन आज हम फिर से दोबारा आपको हम याद दिला रहे हैं. ചിലർ ഈ കൂട്ടത്തിൽ നിന്ന് പറയും, ഓ എനിക്ക് പ്രോമിസ് ഒന്നുമില്ല. അങ്ങനെ പറയരുത്. बहुत सारे लोग हमारे बीच में बोलते हैं कि पवित्र आत्मा पाने के लिए मुझे कोई वायदा नहीं है, कोई प्रतिज्ञा नहीं है मेरे जीवन में. ऐसा नहीं. യോവേൽ ഭോഷ്ക് പ്രവചിക്കില്ല. ऐसा नहीं बोलना चाहिए, क्योंकि ये गलत है, झूठ है. ഫോഷ്ക് പ്രവചിക്കാത്ത യോവേലുണ്ട്. आमीन. കള്ളത്തരം പ്രവചിക്കാത്ത യോവേൽ. ജോയൽ പ്രവാചകൻ, वो भविष्यवक्ता था जो मतलब अंतिम दिनों को देखकर वो भविष्यवाणी किया है. Thank you Jesus. Hallelujah. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. എടാ വാഗ്ദത്തമില്ല നിന്നോട് ആരാ പറഞ്ഞേ? वायदा है आपको किसने बोला? വായത ഇല്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? वायदा नहीं है किसने बोला आपको? അങ്ങനെ പറയുകയാണെങ്കിൽ ഞാനത് ഇന്ന് പകൽ തിരുത്തുകയാണ്. और अगर ऐसा है तो आज उसको मैं बदल रहा हूं. നിനക്ക് വാഗ്ദത്തമുണ്ട്. ഈ പുസ്തകം നിന്റെ കയ്യിലുണ്ടെങ്കിൽ നിനക്ക് വാഗ്ദത്തമുണ്ട്. ये किताब अगर आपके हाथ में है तो आपको वायदा भी है. ഹല്ലേലൂയ. हालेलुया. ഈ പുസ്തകം നിന്റെ കയ്യിലുണ്ടെങ്കിൽ നിന്നോടുള്ള വ്യക്തിപരമായ ദൂത് ഈ പുസ്തകത്തിനകത്ത് ദൈവം എടുത്തു വെച്ചിട്ടുണ്ട്. प्रभु के वचन अगर आपके हाथ
साथ में है तो व्यक्तिगत रूप से परमेश्वर की आत्मा का प्रतिज्ञा आपके जीवन में है। നിന്നോട് ആരാ പറഞ്ഞ പാസ്റ്റർമാർക്ക് മാത്രം അഭിഷേകം മതിയെന്ന്? किसने बोला आपको सिर्फ पास्टर लोगों के लिए ही पवित्र आत्मा है? നിന്നോട് ആരാ പറഞ്ഞ പ്രവാചകന്മാർക്ക് മാത്രം അഭിഷേകം മതിയെന്ന്? किसने आपको बोला सिर्फ भविष्य वक्ताओं के लिए ही पवित्र आत्मा मिल सकते हैं? നിന്റെ ഉള്ളിലിരുന്ന് ആരാ നിന്നോട് വാദിക്കുന്നേ എനിക്കിത് മതിയെന്ന് ആരാ പറയുന്നേ? आमीन। आपके अंदर से कौन बोल रहा है कि जो पवित्र आत्मा मेरे अंदर है वो काफी है बोलकर? ഇപ്പോൾ ഞാൻ പ്രാപിച്ച ദൈവസാന്നിധ്യത്തിന്റെ ഒരു തുടക്കം മതി എന്ന് നിന്റെ ഉള്ളിലിരുന്ന് വാദിച്ച് നിന്നെ നെഗറ്റീവിലേക്ക് കൊണ്ടുപോകുന്നത് ആരാ? आमीन। आपके अंदर कौन है वो बोलता है कि जो पवित्र आत्मा मुझे मिला है वो काफी है, वो सोच लेकर आने वाला कौन है? എന്റെ പ്രായം ഇത്രയ്ക്കായി ഇതൊക്കെ മതി എന്ന് നിന്റെ ഉള്ളിലിരുന്ന് നിന്നോട് വാദിക്കുന്നത് ആരാണ്? आमीन। मेरा उम्र इतना है तो मेरे लिए इतना ही पवित्र आत्मा काफी है, ऐसा आपके विरुद्ध में बोलने वाला कौन है? കാലഘട്ടങ്ങൾ എതിരായി നിന്നപ്പോൾ പ്രവാചകനായി യോവേൽ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. आमीन। हालेलुया। अंतिम दिनों के बारे में देखकर योएल पवित्र भविष्यवक्ता बोलता है कि अंतिम दिनों में मैं मेरी आत्मा सारे प्राणियों पर उड़ेलूंगा। അപ്പോൾ ആരും ഇന്നു മുതൽ പറയരുത് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം എന്നോട് വ്യക്തിപരമായില്ലെന്ന് നിങ്ങൾ പറയരുത്. ഇത് നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് ഉത്തരവാദിയാണ്. നിങ്ങളോടും വാഗ്ദത്തമുണ്ട്, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. आमीन। हालेलुया। अगर किसी ने ऐसा बोला है तो आपका कान उसको नहीं देना है। अगर आप सुनते हैं तो वो गलत है। परमेश्वर का वचन वायदा करता है कि अंतिम दिनों में मैं अपनी आत्मा सारे प्राणियों पर उड़ेलूंगा। നിങ്ങളുടെ ഉള്ളിൽ വർഷങ്ങളായി കുടിയിരിക്കുന്ന ചില കള്ളത്തരങ്ങളെ ദൈവത്തിന്റെ ആത്മാവെന്ന് പൊളിച്ചു മാറ്റുകയാണ്. आमीन। आपके मन में आपके हृदय में बहुत सालों से बहुत दिनों से जो भी झूठी बात है आज पवित्र आत्मा उसे तोड़ने जा रहा है। പരിശുദ്ധാത്മാ അഭിഷേകം ആമേൻ പ്രവാചകന്മാർക്കും പാസ്റ്റർമാർക്കും മാത്രം മതിയെന്ന് സാറ്റിസ്ഫൈഡ് ആಗಿ ജീവിക്കുന്നു. ആമേൻ. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. ജഡം, ഫ്ലഷ്. അന്ത്യകാലത്ത് സകല മനുഷ്യരുടെ മേലെന്നല്ല, സകല ജഡത്തിന്മേലും. आमीन। सिर्फ സകല ജഡത്തിന്മേലും. I'll pour my spirit upon every flesh. आमीन। എൻ്റെ ആത്മാവിനെ ഞാൻ സകല ജഡത്തിന്മേലും പകരും. आमीन। सिर्फ भविष्यवक्ताओं के लिए नहीं, पास्टर के लिए नहीं है पवित्र आत्मा, लेकिन परमेश्वर का वचन वायदा करता है कि अंतिम दिनों में मैं सारे प्राणियों के ऊपर मैं अपनी आत्मा को उड़ेलने जा रहा हूँ। ആമേൻ. പ്രാണി എന്ന് പറഞ്ഞാൽ അത് ശരിയാവുമോ? ജഡം, या ശരീരം, ശരീരത്തിന്റെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. आमीन। शरीर के ऊपर, देह के ऊपर मैं अपनी आत्मा को उड़ेलूंगा। മെച്ചൂർ ആയവർക്ക് മാത്രമുള്ളതാണ് ഈ സാധനം. മെച്ചൂർ ആയ കെവിൻ, ആർ യു ലിസണിംഗ് മീ? ഇത് മെച്ചൂർ ആയിട്ടുള്ളവർക്ക് മാത്രമുള്ളതാണ്. നോ, പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുന്ന കാലം. आमीन। जो मैच्योर्ड है उनके ऊपर मैं आत्मा उड़ेलूंगा, ऐसा नहीं बोला। सारे प्राणियों के ऊपर, सारे देह के ऊपर, मतलब सारे बच्चों के ऊपर, सारे बुजुर्ग के ऊपर मैं अपनी आत्मा को उड़ेलूंगा। ആമേൻ. ഈ പരിശുദ്ധാത്മാവാം ദൈവം ജഡത്തിന്മേൽ ഇറങ്ങി കഴിയുമ്പോൾ നിങ്ങൾ ആരെയും വില കുറച്ച് കാണരുത്. സടകുടഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ചാടി എഴുന്നേൽക്കുന്നത് കാണും. പ്രൈസ് ദി ലോർഡ്. जब ये पवित्र आत्मा लोगों के ऊपर उतरेगा वो व्यक्ति कभी साधारण नहीं रहेगा। अगर छोटे बच्चे के ऊपर वो उतरता है वो भी उछल कर खड़े हो जाएंगे। ആമേൻ. യൗവന മോഹങ്ങളെ കൊണ്ട് നടന്ന യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. आमीन। जो युवक लोग हैं दुनिया के मोह को छोड़कर, लालच को छोड़कर वो दर्शनों को देखेंगे। ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ അന്നാളിൽ എൻ്റെ ആത്മാവിനെ പകരും. आमीन। दासों के ऊपर, दासियों के ऊपर मैं अपनी आत्मा को उड़ेलूंगा। വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. आमीन। बुजुर्ग लोग वो स्वप्न को देखेंगे। Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. ഇതൊരു വാഗ്ദത്തമാണ്. ये एक प्रतिज्ञा है। ഹലോ. हालेलुया। കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വാഗ്ദത്തം പിടിക്കണം. എന്നിട്ട് പറ, കർത്താവേ നീ എന്നോട് പ്രോമിസ് ചെയ്തിട്ടുണ്ടല്ലോ ആത്മാവിനെ പകരാമെന്ന്. Amen. Here I am. आमीन। Praise जो the माँ Lord. बाप अपने बच्चों के लिए, बच्चों के भविष्य के लिए चिंता करते हैं, निराश में है, आज से क्या करें? आप वचन को लेकर बोले, परमेश्वर आपने वायदा किया कि आप मेरे बच्चों के ऊपर पवित्र आत्मा को उड़ेल लेंगे, उड़ेले मेरे बच्चों के ऊपर, ऐसा प्रार्थना करना शुरू कर दे। പരിശുദ്ധാത്മാഭിഷേകത്തിനായി കഴിഞ്ഞ 6 ദിവസം ഞാൻ വ്യക്തിപരമായി കാത്തിരിക്കുകയാണ്. और पवित्र आत्मा के उड़ेलने के लिए मैं पिछले 6 दिन में इंतजार कर रहा हूँ। ഇത് പോരാന്ന് എനിക്ക് തോന്നുന്നു.
और ये काफी नहीं है मुझे लगता है, അതുകൊണ്ട് ഞാൻ വീണ്ടും കാത്തിരിക്കുകയാണ്. इसलिए मैं और भी अधिक इंतजार कर रहा हूँ ഞാനത് സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നില്ല. और मैं इसको रोकने नहीं जा रहा हूँ. സഭയെ ഇപ്പോൾ നടത്തുന്നത് പരിശുദ്ധാത്മാവാണല്ലോ. और अभी सभा को अगुवाई करने वाला मैं नहीं लेकिन पवित्र आत्मा है. അപ്പോൾ പരിശുദ്ധാത്മാവാണല്ലോ നമ്മൾ നടത്തേണ്ടത്. और इसीलिए पवित्र आत्मा ही को ही चलाना है. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് പരിശുദ്ധാത്മാവിന്റെ പാട്ടേ ഉണ്ടായിരുന്നുള്ളൂ. और पिछले दिन पवित्र आत्मा के ही गीत था. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. पवित्र आत्मा आपके शक्ति से मुझे भर दीजिए. എന്റെ നിക്ഷേപം നീയല്ലയോ. परमेश्वर आप ही मेरा मतलब നിക്ഷേപം, ട്രഷർ. आप ही मेरा मतलब कीमती वस्तु है. ആമേൻ. ഇതൊക്കെ പറഞ്ഞു പറഞ്ഞ് പരിശുദ്ധാത്മാവിനോട് കാത്തിരിക്കുകയാണ്. आमीन. और ऐसे बोलकर हम इंतजार कर रहे हैं पवित्र आत्मा के लिए. എന്തിനാ എന്റെ ഉള്ളിൽ ഈ ഒരു ആഗ്രഹം തന്നത് എനിക്കറിയില്ല. क्यों मेरे अंदर ऐसा एक आग्रह है मुझे नहीं पता. പക്ഷെ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം എനിക്കിത് പോരാന്നൊരു തോന്നലാണ്. लेकिन मेरे अंदर ही अंदर ऐसा एक इच्छा है कि ये जो पवित्र आत्मा मुझे मिला है ये काफी नहीं है. ഇനിയും അടുത്ത ഏതൊക്കെയോ ആത്മമണ്ഡലങ്ങളിൽ യാത്ര ചെയ്യാനുണ്ട്. मुझे और भी अधिक कहीं ना कहीं मुझे उस आत्मा के स्तर में मुझे जाना है. യേശു യാത്ര ചെയ്തതുപോലെ ഏതൊക്കെയോ മണ്ഡലങ്ങളിൽ എനിക്ക് യാത്ര ചെയ്യാനുണ്ട്. यीशु ने जैसा विभिन्न जगहों में यात्रा किया उसी प्रकार मुझे भी आत्मा के स्तर में मुझे भी चलना है, यात्रा करना है. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. ഫിലിപ്പോസ് പോയി ശമരിയയിൽ പോയി സുവിശേഷം പ്രസംഗിച്ചു. देखिए अगर फिलिप को देखेंगे, फिलिप समरिया देश में जाकर वो सुसमाचार प्रचार किया. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ, മരിച്ചവർ എഴുന്നേൽക്കുന്നു. വലിയ മാസ് കൺവേർഷൻ ആ ശമരിയ പട്ടണത്തിൽ ഉണ്ടായി. आमीन. अद्भुत कार, चिन्ह और चमत्कार, छुटकारा और बड़े झुंड की उद्धार वहां पर हुआ है. ഹല്ലേലൂയ, हालेलुया. വലിയ സന്തോഷം ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നു. और बड़े आनंद उस शहर में आ गया. എന്നാലും ആ പട്ടണത്തിൽ വേറൊരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിയുടെ പേര് ശിമയോൻ എന്നാണ്. ശിമയോൻ. लेकिन एक और व्यक्ति उस शहर में था जिसका नाम शिमयोन बोलकर था. പട്ടണത്തിൽ വലിയ സന്തോഷമുണ്ടായപ്പോൾ പട്ടണത്തിന്റെ മറ്റേ ഭാഗത്ത് ഒരുവൻ ആഭിചാരം ചെയ്യുന്ന ശമരിയ ജനത്തെ മുഴുവൻ ഭ്രമിപ്പിച്ചിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. हमें एक तरफ अगर उस शहर में आनंद हो रहा था, दूसरे भाग में शिमयोन बोलकर एक व्यक्ति जो उस देश में जादू टोना करके लोगों को भटका रहा था, भ्रम कर रहा था. ഫിലിപ്പോസ് ഈ അത്ഭുത പ്രവർത്തികളൊക്കെ കണ്ടപ്പോൾ ശിമയോനും തോന്നി ഇത് നല്ലൊരു വരുമാന മാർഗമാണല്ലോ. ഓക്കെ, ഫിലിപ്പോസിനോട് ചേർന്ന് നിൽക്കാം. और जब फिलिपोस जब वो छुटकारा चंगाई कर रहा था, ये सिमियोन देखकर सोचा कि ओ ये तो अच्छा रास्ता है पैसा कमाने के लिए. इसीलिए वो सोचा कि मैं इस फिलिपोस के साथ में खड़े हो जाऊंगा. ആമേൻ. ശുശ്രൂഷകനായ ഫിലിപ്പോസിന്റെ കൂടെ ശിമയോൻ കയറി നിന്നു. और ये सुसमाचार प्रचार करने वाले फिलिप के पास ये सिमियोन जो जादू टोना करने वाला व्यक्ति उसके साथ आने लगा. യെരൂശലേമിലെ അപ്പോസ്തലന്മാരുടെ ഉൾത്തടങ്ങളിൽ ആത്മാവ് കത്തിത്തുടങ്ങി. लेकिन इस्राएल के जो प्रेरित लोग थे उसके अंदर परमेश्वर का आत्मा का आग जलने लग गया. പത്രോസിനെയും യോഹന്നാനെയും ആ പട്ടണത്തിലേക്ക് അവർ അയക്കുകയാണ്. और पत्रोस और यूहन्ना को उस शहर में परमेश्वर की आत्मा भेजता है. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ചോദിച്ചത് എവിടെയാണ് ആരാധനാ സ്ഥലമെന്നല്ല. അവർ ആദ്യം ചോദിച്ചത് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ. आमीन. वो आकर वो दूसरा कुछ नहीं पूछा, लेकिन वो पूछा क्या तुम लोगों ने पवित्र आत्मा को पाए हो या नहीं. പത്രോസ്, നിനക്ക് ഇതെങ്ങനെ ഫീൽ ചെയ്തു? നീ പരിശുദ്ധാത്മാവിനെ ഈ കൂട്ടം പ്രാപിച്ചിട്ടില്ല, എങ്ങനെ ഫീൽ ചെയ്തു? ഈ ആലയത്തിനകത്ത്, ഈ സഭയ്ക്കകത്ത്, ഈ ശമരിയ പട്ടണത്തിനകത്ത് ചില അശുദ്ധ ബന്ധങ്ങൾ വന്ന് ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം ചോദിക്കുന്നു, പത്രോസ് ചോദിക്കുന്നു, ഹേ പത്രോസ് വന്ന് ഫിലിപ്പോസിനോട് ചോദിക്കുകയാ, ഫിലിപ്പോസ് എന്തോ എനിക്ക് വല്ലാത്തൊരു സ്മെല്ല് ഫീൽ ചെയ്യുന്നു. ചേരണ്ടാത്ത വ്യക്തികളൊക്കെ നിന്നോട് ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് നിന്നോട് ചോദിക്കുന്നു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ അത് നടക്കത്തില്ല. അതുകൊണ്ട് ചോദിക്കുന്നു, പരിശുദ്ധാത്മാവിനെ നീ പ്രാപിച്ചോ? आमीन. ये पत्रोस और यूहन्ना आकर वो पूछता है कि उन लोगों को पूछता है, देखकर पूछता है कि हाँ इन लोगों के बीच में दूसरा आत्मा के लोग भी है. इसलिए वो आकर फिलिपोस से पूछता है क्या तुमने पवित्र आत्मा को पाए हो या नहीं. പത്രോസ് അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. और पत्रोस ने उनके ऊपर हाथ रखकर प्रार्थना किया അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. और उनके ऊपर पवित्र आत्मा उतरा. ശിമയോന്റെ ഉള്ളിൽ ആഗ്രഹം വെളിപ്പെട്ടു. और सिमियोन के अंदर भी एक आग्रह उत्पन्न हुआ. കൈവച്ചാൽ കൈമാറുന്ന പരിശുദ്ധാത്മാവിനെ എനിക്കും വേണം, ഞാനും തരാം പണം. आमीन. हाथ रखने से पवित्र आत्मा उतरता है, मुझे भी ये चाहिए ताकि मैं भी पैसा कमा सकता हूँ.
ചുരുക്കി പറയട്ടെ, ആമേൻ, ആ ഇല്ലീഗൽ ബന്ധത്തെ കർത്താവ് അവിടെ ബ്രേക്ക് ചെയ്തു. आमेन. अगर सारांश से बोलेंगे, वो जो अनुयायी का जो बंधन था उसको परमेश्वर ने तोड़ा. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്നോട് വന്ന് ചേർന്നിരിക്കുന്ന ചില അശുദ്ധ ബന്ധങ്ങളെ आमेन. തട്ടിമാറ്റാൻ നിന്റെ ഭവനത്തിൽ പുറകെ താങ്ക് യു ജീസസ്. ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നിങ്ങളെ പിന്തുടരുന്നത് തന്നെ എന്നെയും പിന്തുടരുന്നുണ്ട്. പക്ഷെ ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആമേൻ, സ്തോത്രം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ ചേരേണ്ടവരെ വന്ന് ചേരത്തുള്ളൂ, മാറിപ്പോകേണ്ടവൻ മാറിപ്പോകും. आमेन. पवित्र आत्मा पाने से क्या हालेलुया. होगा? जो आपके साथ जुड़ने वाले लोग जरूरत है वो जुड़ेंगे, और जो आपसे हटना है उन लोग हट जाएंगे. सारे दुष्शक्ति आपके जीवन से हट जाएंगे. എനിക്കറിയാം, സ്നേഹം നടിച്ച സുഹൃത്തുക്കളെ പോലെ നിന്റെ വീട്ടിനകത്ത് കയറിയ ചില ശിമയോൻ മന്ത്രവാദികളെ എനിക്ക് നല്ലതുപോലെ അറിയാം. आमेन. आपके साथ दोस्ती करके आपके घर में प्रवेश करने वाले बहुत सारे सिमियोन को मैं अच्छे से जानता हूं जो आपके घर में आए हैं. അവൻ വേഷത്തിൽ മനുഷ്യനാ, പക്ഷെ അവൻ രഹസ്യത്തിൽ അവൻ മന്ത്രവാദിയാ. आमेन. उन लोग शरीर में उन लोग मनुष्य है, लेकिन उनके अंदर वो दुष्ट आत्मा से भरे हुए हैं, मंत्रवादी है. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മനിറവുള്ളവൻ പട്ടണത്തിൽ വന്നപ്പോൾ മന്ത്രവാദിക്ക് മനസ്സിലായി ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ മാറി നിൽക്കട്ടെ. आमेन. जब Praise the आत्मा से Lord. भरे हुए लोग जब इस शमरिया शहर में आया, Thank you, तब ये Jesus. सिमियोन को पता चल गया कि हाँ, मुझे इनके साथ रह नहीं सकता, मुझे अलग होना है. ഇന്ന് പകൽ ഈ പട്ടണത്തിനകത്ത് ചില മന്ത്രവാദികൾ ഇന്ന് പകൽ പുസ്തകം മടക്കി, ആമേൻ, സ്തോത്രം, ശകടല പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പ്രകലകടല ചില മന്ത്രവാദത്തിന്റെ ശക്തികൾ, ആഭിചാരത്തിന്റെ ശക്തികളൊക്കെ കർത്താവ് പുസ്തകം മടക്കിക്കുന്ന പകലത്രേ. इस शाम के समय में जब पवित्र आत्मा आपके ऊपर उतरता है, सारे मंत्रवादी की शक्ति, सारे दुष्ट शक्ति आपके जीवन से नष्ट होने पाए, भागने पाए, यीशु के नाम से. हालेलुया. हालेलुया. സ്തോത്രം. धन्यवाद. പരിശുദ്ധാത്മാവ് വരുമ്പോഴേ മന്ത്രവാദി മാറത്തുള്ളൂ. हमें जब पवित्र आत्मा आएगा तभी ये मंत्रवादी भाग सकता है. ഞാൻ ഒന്നുകൂടെ സ്പഷ്ടമായിട്ട് പറയാം. और भी. പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ വരാത്തടത്തോളം കാലം മന്ത്രം ജയിച്ച് അയച്ചത് ഒന്നും മാറത്തില്ല. പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ വരുമ്പോൾ മന്ത്രവാദികൾക്കോ മന്ത്രം ചെയ്തതിനോ നിന്റെ കുടുംബത്തിനകത്ത് സ്ഥാനമില്ലാത്തതുപോലെ അവൻ വഴിമാറിപ്പോകും. आमेन. जब तक पवित्र आत्मा आपके जीवन में नहीं आएगा तब तक वो मंत्रवादी का शक्ति आपके जीवन में रहेगा, लेकिन एक बार जब पवित्र आत्मा आपके जीवन में उतर जाता है, सारे मंत्रवादी की शक्ति आपके जीवन से भागना पड़ेगा. Praise the Lord. Praise the Lord. മന്ത്രവാദിയുള്ള പട്ടണത്തിലാണ് ഫിലിപ്പോസ് ശുശ്രൂഷ ചെയ്തത്. और इस मंत्रवादी के शहर में ही ये फिलिप्पोस जाकर सेवकाई कर रहा है. മന്ത്രവാദി ജീവിച്ചിരിക്കുമ്പോഴാണ് ഫിലിപ്പോസും ജീവിച്ചിരുന്നത്. और जहां मंत्रवादी जीवित था उसी जगह पर फिलिप्पोस भी जीवित है. മന്ത്രവാദി ജീവിച്ചിരുന്നപ്പോഴാണ് അത്ഭുതങ്ങൾ രോഗശാന്തിയൊക്കെ ചെയ്തത് മന്ത്രവാദി ജീവിച്ചിരുന്നപ്പോഴാണ്. और जब ये मंत्रवादी जीवित था उसी समय में ये फिलिप्पोस जाकर छुटकारा, चमत्कार, चिन्ह, चमत्कार को वो कर रहा था. എന്നാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ, लेकिन जब पवित्र आत्मा उतर आया, ആ ഈ പരിശുദ്ധാത്മാവിന് മന്ത്രവാദിയുമായിട്ട് യാതൊരു ബന്ധവും ചേർച്ചയില്ല. और ये पवित्र आत्मा और ये मंत्रवादी के साथ कोई भी रिश्ता नहीं है. ജഡപ്രകാരം ഫിലിപ്പോസിനും ശിമയോനോട് ചേർച്ച ഉണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് മന്ത്രവാദത്തിന്റെ ആത്മാവുമായിട്ട് ചേർച്ചയില്ല. हमें ये फिलिप्पोस जब शारीरिक रूप से ये सिमियोन के साथ, मंत्रवादी के साथ जुड़ गया था, लेकिन पवित्र आत्मा से भरने वाले पत्रस के साथ ये सिमियोन जुड़ नहीं पाया. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. आमेन. നീ ജഡപ്രകാരം പലരോട് കൂടിയാലും ആത്മാവിൽ നീ നിറയുമ്പോൾ നിന്റെ ജഡപ്രകാരമുള്ള സുഹൃത്തുക്കൾ आमेन. നാല് ദിക്കിലേക്ക് ചിതറിപ്പോകുവാനിടയായി. शारीरिक रूप से अगर आप लोगों के साथ मिलते हैं, लेकिन जब पवित्र आत्मा आपके ऊपर आएगा, शारीरिक रूप से जिन लोगों के साथ आप जुड़ते हैं वो नष्ट हो जाएगा, वो भाग जाएंगे. പരിശുദ്ധാത്മാവാരെയൊക്കെ ഈ വചന വെളിപ്പാടിനകത്ത് കർത്താവ് ചിലരെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. आमेन. पवित्र आत्मा इस प्रकाशनों में हमको लेकर जाना चाहता है. ആമേൻ, 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 ആമേൻ. വിശ്വാസത്താൽ ഈ ദൂത ഏറ്റെടുക്കണം കേട്ടോ. വിശ്വാസ- വിശ്വാസത്താൽ പ്രാപിച്ചെടുക്കണം. विश्वास के साथ ये भविष्यवाणी को आप स्वीकार करें. विश्वास के साथ ये भविष्यवाणी को, प्रकाशन को आप स्वीकार करें.
Rikoro shere bere 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 shere bere 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 rikoro shere bere 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 മന്ത്രവാദികൾ മന്ത്രവാദികൾ മന്ത്രത്തിൽ ആഭിചാരക്കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ നിന്ന് നിറയുമ്പോൾ आत्मा के द्वारा यीशु के नाम से हम उसे भगाते हैं रखो शेरे बरे बरे रिखोरो शेरे बरे शेरे बरे बरे रिखोरो शेरे बरे बरे रिखोरो शेरे बरे बरे रिखारा बारो शोर को रबा रबा रिकेरे बरे शेरे बरे बरे रिकेरे बरे रिकेरे बरे रिकेरे बरे शेरे बरे बरे रिखोरो शेरे बरे बरे रिखारा मारा शेरे रे रे बरे रिखोरो शेरे बरे बरे रिखोरो शेरे बरे बरे और गहराई से रिखेरे बरे खोरो शारा बरा रिखोरो शारा बा शगलगडलगबलगतिनी दल खबर बडलगबलगतिनी बिरी गमन बडलगबलगतिनी रोशगलगडलगबलगतिनी बिरी खमन गडलगबलगतिनी Thank you, 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 thank you. Arakhala basokale bele kasiria. Loshkabala balaga therabalaga laga dudibiriya. Ha 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 ha. Katate 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 katate. जले पाई അദുർശക്തികളെല്ലാം യേശുവിന്റെ നാമത്തിൽ जले पाई यीशु के नाम से सारे मंत्रवादी शक्ति के ऊपर आग जलने पाई यीशु के नाम से रिखोरो शेरे बेरे खोरो रिखोरो बारा शारा बारा रिखोरो शेरे बेरे आग 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 परमेश्वर की आग रोखोरो शेरे बेरे बेरे रिखोरो शेरे बेरे बेरे रिखोरो शेरे बेरे बेरे रिखोरो रिखोरे बेरे शेरे बेरे बेरे उशगाला गडलगा बलगा दिबिरी दल खबला बडलगा बलगा दिबिरी खमन गडलगा शगडलगा लगा दिबिरी गबला बेरे बेरे शारा बारा रिखोरो शेरे बेरे आग परमेश्वर की आग रिखोरो रो रिशखरे बेरे रिखरे Thank बेरे you, Jesus. रिखरे बेरे बेरे Thank you, Jesus. रिखरे बेरे बेरे शखरे बेरे बेरे മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും എല്ലാം शखरे बेरे शखरे बेरे बेरे रिखोरो परमेश्वर की आग 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 रिखरे बेरे खरे बेरे ശഖറഗഡലഗ ബറബ रिखारा बारा रिखारा बारा ഈ ആലയത്തിനകത്ത് മൂന്നാമതര വെളിപ്പെട്ട് വന്നിട്ടുണ്ട് आज परमेश्वर की आग इस यहाँ पर प्रकट हो रहा है परमेश्वर की आग परमेश्वर की आग ओ परमेश्वर की आग रेखे रे बेखो रवा रखोरो रिशा खारा बरा रेखे रे बेरे खोरो शारावा रिखे रे बेरे शिरावा रखरा बरा रे रिखोरो शारावा स्वीकार करे स्वीकार करे ओ परमेश्वर की आग को स्वीकार करे पवित्र आत्मा की आग को स्वीकार करे ओ पवित्र आत्मा की आग को स्वीकार करे ओ छोड़िए मत पवित्र आत्मा की आग को स्वीकार करे शरबरे रिखाराबा खाराबा शिरबा रिखाराबा शोखरा शाराबा रिखरा शाराबा रखराबा रखराबा रखे रिखाराबा खाराबा रखराबा शाराबा रखा ऋषि करे मेरी खाराबा शाराबा रखराबा रिखाराबा रखराबा शाराबा रिखरा रिखरा शाराबा रखरा रिखराबा शाराबा रिखरा रखरा शाराबा रिखरा रिखरा शकरा रिखरा रिखरा शकरा रिखरा रिखराबा शाराबा रिखरा बरारा रिखरा बखरा बरा शाराबा रिखरा रखरा रिखरा शरे लगबलगा दिबिरी गबलगा लगबतना बरा शाराबा रिखरा बरा खरा बरा रौशगलगडलगा दिबिरी खबलगडलगा दिरिया
Yes, 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 yes. ओ परमेश्वर की आग, परमेश्वर की आग, परमेश्वर की आग। रिखारा बारा शारा बारा खारा बारा रिखो रिशिकरे बेखारा बारा खारा रिखारा रिखी रिखी रिशारा रिखारा रिखारा बारा शिरबा रिखारा रिखारा शारबा रिखारा बारा घरे मेरे शिरा बारा कारा मारा रिखारा रा शारा रिखारा बारा शरबे रिखारा बारा रिखारा शरबे रिखारा बारा शकरा बारा रिखारा बारा रिखेरे रिखी रिखेरे बेरे रे शारबा रिखारा बारा रिखारा बारा शरबे ओ रबा कारा बारा रखारा रा शारा रा रिखारा रा शारा रा रिखारा रिखेरे रे शारबा रिखारा शरबे रिखारा बारा शरबरा रिखारा बारा रिखारा बारा शरबे रिखारा शारबा कारा बारा शारा बारा रिखारा बारा रखारा बारा शारा रा रिखारा रा शिरा रा रिबारा शारबा रिखारा शारा रिशा खारा बारा खारा बारा शारा बारा रा रिखारा बारा शारा बारा रा रिखारा रिखेरे शारबा रिखारा बा शारबा रा रिखारा बारा शारबा रे रिखारा बारा खारा बारा शारबा रिखारा शे रिखारा रा शारबा शाकरा रिखारा बारा शारा बारा रा बारा खारा बारा रिखारा बारा शारा बारा रा खारा रा रिखारा बारा शारबा रिखारा बारा रा खारा रा शारबा रिखारा रा रिखारा बारा शारा बारा खारा പ്രാപിക്ക നിന്നോട് പറ്റിച്ചേർന്നതൊക്കെ വിട്ടുപോകട്ടെ നിന്നോട് പറ്റിച്ചേർന്നതൊക്കെ വിട്ടുപോകട്ടെ आप लोग पवित्र आत्मा को अपने जीवन में आने के लिए अपने आप को सौंप दीजिए आपको भरने के लिए पवित्र आत्मा को सौंप दीजिए उसकी आग आपको भरने के लिए सौंप दीजिए നിന്നോട് പറ്റിച്ചേർന്നതൊക്കെ വിട്ടുപോകട്ടെ आने के लिए अपने आप को सौंप दीजिए शारबा रिखारा Yes, 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 yes. Ha. Ha ragalaga diribiri. Ratha. He. Woo. He. Yes. Yes. നിന്നോട് പറ്റിച്ചേർന്നൊക്കെ വിട്ടുപോകട്ടെ ഹറഖലബ തരിയ തരബ ഷാക്ലബാസ് കല്ലേ ക്രുസ്ബോരി യന്ത്രബ. Thank you, Jesus. Shakaradalagadariya. Thank you, Jesus. Thank you, Jesus. ആത്മാവിൽ നിറമോനെ ആത്മാവിൽ നിറഞ്ഞോ. ഇതിന് തുലനം വയ്ക്കാൻ ഒരു മന്ത്രവാദിയുടെ മന്ത്രവാദ ശക്തികൾക്ക് സാധിക്കത്തില്ല. നിന്നോട് പറ്റിച്ചേർന്നതെല്ലാം ദൂരെ ഓടിപ്പോകാൻ പോവുകയാണ്. ഷൗഡാലാബാല ധാരാബാല ധാരിയ ഷൗഡാലാബാല കാല ഡാലാബാല ധാര ധാരിയ. Yes. 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 Yes, 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 yes. Shakala ragasmana dhalagalagadini. Laushabalagalagadini biri kamana. Oh, smala dere. Fire!
ആത്മാവേ 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 അഭിഷേകം നിന്നെ പുറത്തെടുക്കും, അഭിഷേകം നിന്നെ പുറത്തെടുക്കും. ഇപ്പോൾ റിസീവ് 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 Yes, 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 yes.
Take. This anointing will bring you back. This anointing will bring you back. Shikaratharitara. Ti. Odala dore kelebara seria. Shekalal kelebara seria. Take. This anointing. ഈ പരിശുദ്ധാത്മാവിനെ റിസീവ് ചെയ്യ. ഈ പരിശുദ്ധാത്മാവിനെ റിസീവ് ചെയ്യ. Receive. स्वीकार करे Take my daughter. Take it. आग को स्वीकार करे, आग को स्वीकार करे, आग को स्वीकार करे, आग को ले लीजिए, आग को ले लीजिए, आग को ले लीजिए, आग को ले लीजिए, आग को ले लीजिए। रेखा रबा करा बरा, रेखा रबा करा बरा, शिरा बरा, रेखा रबा करा बरा, शारा बरा ना, रेखा रबा करा बरा, करा बरा, करा बरा, रेखा रबा रे करे, रेखा रबा रा बरा करे बरे रे करा बरा दो, रेखा रबा रा करा बरा करा बरा करा बरा, रेखा रबा रा करा शारा बरा करा बरा रा, रेखा रबा रा करा बरा शारा बरा रा करा बरा रेखा रा, रेखा रबा रा करा बरा रेखा रा शिरा बा, रेखा रा शरा बरे करा बरा करा बरा, ora bala ra रेखा रा रा, रेखा रबा रा शारा बा, रेखा रा शरा बरे, रेखा बरा शरा बरे, रेखा बरे। മന്ത്രവാദികൾ കെട്ടി അടച്ചതൊക്കെ ഇന്ന് പകൽ നിന്നെ വിട്ട് മാറാൻ പോവുക. വെല്ലുവിളിച്ച് കെട്ടി അടച്ചതൊക്കെ ഇന്ന് പകൽ ദൈവാത്മാവ് പൊളിച്ചു മാറ്റുകയാണ്. അഭിഷേകം വെളിപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ മാറുന്നതൊക്കെ മാറുന്നേ. Rika
receive. ആ പരിശുദ്ധാത്മാവിനെ receive. Receive. ഈ ആത്മാവിനെ പൂർണ്ണമായി റിസീവ് ചെയ്യ്. നിനക്ക് വേണ്ടത് അഭിഷേകമാണ്. നിനക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ്. പൂർണ്ണ ഹൃദയത്തോടെ ഇന്ന് പകൽ നീ സ്വീകരിപ്പാൻ റെഡിയാണെങ്കിൽ നിന്റെ മേൽ അവൻ പകരപ്പെടും. അവനോട് പ്രതികരിച്ചു തുടങ്ങ്. അവനോട് പ്രതികരിച്ചു തുടങ്ങ്. അവനോട് പ്രതികരിച്ചു തുടങ്ങ്. പ്രതികരിച്ചു തുടങ്ങ്. പ്രതികരിച്ചു തുടങ്ങ്. Take.
പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകരപ്പെടണമെങ്കിൽ രണ്ടാമത്തെ പോയിന്റ്, पवित्र आत्मा हमारे ऊपर उतरने के लिए दूसरा जो बिंदु है, വേഗത്തിൽ പറഞ്ഞ് പ്രാർത്ഥിക്കാം. जल्दी से हम बोलकर हम प्रार्थना करेंगे. പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായി വിശ്വസിക്കാനും ബഹുമാനിക്കുവാനുമുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം. पवित्र आत्मा को पूरे हृदय से आदर देने के लिए, വിശ്വസിക്കാനും विश्वास करने के लिए हमें एक मन चाहिए. ഒരിക്കലും പരിശുദ്ധാത്മാവിനെതിരെ നീ സംസാരിക്കുകയോ നിൽക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. कभी भी पवित्र आत्मा के ना विरुद्ध आपको खड़ा होना है, ना पवित्र आत्मा के विरुद्ध आपको बातचीत करना है, പരിശുദ്ധാത്മാവ് വളരെ സെൻസിറ്റീവ് ഗോഡാണ്. क्योंकि पवित्र आत्मा बहुत सेंसिटिव है. ആരുടെയും ഉള്ളിൽ ബഹളം വെച്ച് വന്ന് പരിശുദ്ധാത്മാവ് കയറി വന്നിരിക്കില്ല. अगर कोई भी मतलब चिल्लाने से नहीं पवित्र आत्मा उनके अंदर आता है. പരിശുദ്ധാത്മാവ് ആരുടെ ഉള്ളിൽ വരുമെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് വിളിക്കുന്നവൻ്റെ ചോദിക്കുന്നവൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിനെ അവൻ പകരും. जो लोग पवित्र आत्मा को बुलाते हैं, जो लोग पवित्र आत्मा को मांगते हैं, अपने अंदर बुलाने की गिड़गिड़ाहट करते हैं, उनके अंदर पवित्र आत्मा आते हैं. നിങ്ങൾ നിങ്ങളുടെ മക്കൾ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ അവൻ എത്രയധികം തരും. आमीन. तुम इतने बुरे होकर भी अपने बच्चों को उत्तम चीजें देना चाहते हो, तो क्या कुछ नहीं पवित्र आत्मा को मांगने वालों को क्या परमेश्वर नहीं देगा? മൂന്നാമത്തത്, तीसरा जो है, നമ്മൾ വളരെ ഹമ്പിളായിരിക്കണം. आपको बहुत नम्र होना चाहिए. ഒരു കാലത്തും ഒരിടത്തും നമ്മുടെ അഹങ്കാരമോ പുകഴ്ചയോ ഒന്നും കാണിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ നമ്മൾ താഴ്മ ധരിക്കണം. पवित्र आत्मा के सामने ना लोगों के सामने आपको घमंडी होना है, ना घमंड दिखाना है. आदर के साथ पवित्र आत्मा को अपने जीवन में बुलाना है. ആരെല്ലാം അഹങ്കരിക്കുന്നോ അവരിൽ നിന്നെല്ലാം പരിശുദ്ധാത്മാവ് മാറി നിൽക്കും. जो कोई घमंड करते हैं, जो कोई अहंकार दिखाते हैं, उनके जीवन से पवित्र आत्मा हट जाते हैं. നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായ തെളിവ് കർത്താവായ യേശു ക്രിസ്തുവാണ്. और उसका सबसे उत्तम जो प्रमाण है वो हमारा यीशु मसीह ही है. അധികാരം കാണിക്കാനും അഹങ്കരിക്കാനും തന്നെ എല്ലാവരും ആദരിക്കണമെന്നൊക്കെ വലിയ ചാൻസുകൾ ഉള്ളപ്പോഴും വചനം പറയുന്നു, അവൻ അറുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ ശാന്തനായിരുന്നു. देखिए यीशु പരിശുദ്ധാത്മാവിനെ വിട്ടുകളയാൻ എൻ്റെ യേശുവിന് താല്പര്യമില്ലായിരുന്നു. आमीन. यीशु मसीह अपने अधिकार जताने के लिए और अपना घमंड दिखाने के लिए, अपने सामर्थ्य दिखाने के लिए बहुत सारे मौका था लोगों के सामने, लेकिन फिर भी यीशु मसीह एक उस मेमना के समान बन गया जो खेदित होने जा रहा था. वो अपने आप को एकदम नम्र किया. पवित्र आत्मा पाने के लिए आपको नम्र होना चाहिए. വേണമെങ്കിൽ ലക്ഷക്കണക്കിന് ദൂതന്മാരെ വിളിച്ച് തനിക്ക് അപ്പോൾ തന്നെ യുദ്ധം ചെയ്യാമായിരുന്നു. സർവശക്തനായിരുന്നു. പക്ഷേ അവൻ താഴ്മ ധരിച്ചു. आमीन. वो अपने लाखों करोड़ों का स्वर्गदूतों को बुला सकता था उन लोगों के विरुद्ध लड़ने के लिए, लेकिन फिर भी यीशु मसीह अपने आप को नम्र किया, शांत किया. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരണമെങ്കിൽ अगर पवित्र आत्मा अगर आपके अंदर आना है तो ഒന്നാമത് വാഗ്ദത്തമുണ്ടെന്ന് വിശ്വസിക്കണം. पहला चीज है कि आपके जीवन में वायदा है, उसको विश्वास करना है. രണ്ടാമത് പരിശുദ്ധാത്മാവിനെ ചോദ്യം ചെയ്യരുത്, പരിശുദ്ധാത്മാവിനെ സംശയിക്കരുത്. വിശ്വസിക്കാനും ബഹുമാനിക്കാനും നമ്മൾ പഠിക്കണം. पवित्र आत्मा को ना संदेह करना है, ना उसके विरुद्ध में रहना है, उसके विरुद्ध में बात करना है, लेकिन आपको विश्वास चाहिए और आदर के साथ पवित्र आत्मा को अपने जीवन में बुलाना है. മൂന്നാമത് ചോദിച്ചാൽ മാത്രമേ ഇദ്ദേഹത്തെ കിട്ടത്തുള്ളൂ. और
तीसरा है, अगर आप मांगेंगे तो ही आप उन्हें पा सकते हैं। ചോദിക്കാത്ത ആർക്കും ഈ വ്യക്തിയെ ലഭിക്കില്ല. अगर जो कोई नहीं मांगेंगे वो कभी पवित्र आत्मा को नहीं पा सकते हैं। നിങ്ങളുടെ 1000 പ്രാർത്ഥനാ വിഷയങ്ങൾക്കിടയ്ക്ക് പരിശുദ്ധാത്മാവിനെ വേണമെന്ന് പറഞ്ഞാൽ അതൊരു പ്രാർത്ഥനയല്ല. आमीन। നിങ്ങളുടെ 1000 പ്രാർത്ഥനാ വിഷയങ്ങളുടെ ഇടയിൽ പരിശുദ്ധാത്മാവിനെ വേണമെന്ന് പറഞ്ഞാൽ അതൊരു നല്ല പ്രാർത്ഥനയല്ല. आपके हजार प्रार्थना के बीच में पवित्र आत्मा पाने की इच्छा ये भी एक उसके बीच में रखकर आप अगर मांगेंगे, ऐसा नहीं है पवित्र आत्मा को मांगने की प्रार्थना। വ്യക്തിപരമായി അതിനുവേണ്ടി മാറിയിരിക്കണം. व्यक्तिगत रूप से सिर्फ पवित्र आत्मा को पाने के लिए अपने आप को अलग करना है। ചോദിക്കണം, എനിക്ക് അങ്ങയുടെ ആത്മാവിനെ തരണം. और हमें मांगना है कि पवित्र आत्मा, मुझे आपकी आत्मा चाहिए। തന്നോട് ചോദിക്കുന്നവർക്ക് അവൻ എത്രയധികം കൊടുക്കുമെന്നാണ് വചനം. हमें वचन कहता है कि जो कोई उसको मांगता है, कितना अधिक रीति से वो क्यों ना अपना आत्मा देगा। കർത്താവിനോട് ചോദിക്കുന്നവർക്ക് അവൻ കൊടുക്കും. हमें जो कोई प्रभु से मांगता है उसकी आत्मा को वो देता है। Praise the Lord. Praise the Lord.